ഇനി നമ്മൾ പോകുന്നത് തലസ്ഥാനത്തേക്കാണ്. തിരുവനന്തപുരത്ത് ജനങ്ങളുടെ ഉറക്കം കെടുത്തി മോഷ്ടാക്കൾ വിലസുകയാണ്. 12 ദിവസത്തിനിടെ 16 കവർച്ചാ കേസുകളാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മോഷണ കേസിലും തുമ്പുണ്ടാക്കാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയുമാണ്. തിരുവനന്തപുരം ജില്ലയിൽ രാത്രികാലങ്ങളിൽ മാത്രമല്ല പകൽ സമയങ്ങളിൽ പോലും മോഷണങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് വ്യാപകമായ പരാതി. പലയിടങ്ങളിലും വീടിന്റെ മുൻവാതിലും പിൻവാതിലും കുത്തിത്തുറന്നാണ് മോഷണം. എല്ലാ പരാതികളിലും കേസെടുത്തിട്ടുണ്ടെങ്കിലും ഒരു കേസിൽ പോലും ഇതുവരെയും തുമ്പ് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ജനം ഓണാഘോഷ തിരക്കിലായിരുന്നപ്പോഴാണ് തലസ്ഥാന നഗരത്തിൽ വീടാന്തരം മോഷ്ടാക്കൾ കയറി നിരങ്ങിയത്. പണവും ലക്ഷങ്ങൾ വിലയുള്ള സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും കടത്തിയിട്ടും ഒരു കള്ളനെ പോലും പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതാണ് ആക്ഷേപം. ഉത്രാടത്തലേന്ന് ബാലരാമപുരം വില്ലേജ് ഓഫീസ് കുത്തിത്തുറന്ന് 3 ലാപ്ടോപ്പുകളടക്കം കടത്തിക്കൊണ്ടുപോയ മോഷ്ടാവിനെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ കവർച്ചകളിലും പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണ പുരോഗതിയില്ലെന്നാണ് വിവരം. സ്വർണ്ണാഭരണങ്ങളും ഗൃഹോപകരണങ്ങളും അടക്കം കോടികൾ വിലമതിപ്പുള്ള സാധനങ്ങളാണ് കള്ളന്മാർ കവർന്നത്. പ്രധാന വാതിലോ പിൻവാതിലോ തകർത്താണ് ഭൂരിഭാഗം കേസുകളിലും കള്ളന്മാർ വീടുകൾക്കുള്ളിൽ പ്രവേശിച്ചത്. ആളുള്ള വീടുകളിലും ആളില്ലാത്ത വീടുകളിലും മോഷണം നടന്നു. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ആഴ്ചക്കിടെ രാത്രി മോഷണങ്ങൾ നടന്നത് 5 വീടുകളിൽ. വലിയതുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വീട്ടിൽ നിന്നും അപഹരിച്ചത് 3/4 കോടിയോളം വില വരുന്ന 11 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ. ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ശംഖുമുഖം സ്വദേശിയായ യുവതിയുടെ സ്കൂട്ടറും പട്ടാപ്പകൽ മോഷണം പോയി. തിരുവല്ലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ആഴ്ചക്കിടെ 3 മോഷണങ്ങൾ നടന്നു. നെയ്യാറ്റിങ്ങര ഫാർമേഴ്സ് വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാതിൽ കുത്തിപ്പൊളിച്ച് 1 ലക്ഷം രൂപയോളം കവർന്നു. നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ആഴ്ചക്കിടെ 3 വീടുകളിലും മോഷണം നടന്നു. റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മാസത്തിനിടെ ഏറ്റവും കൂടുതൽ മോഷണം നടന്നത് മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. കഴിഞ്ഞ മാസം 14 മുതൽ ഈ മാസം 12 വരെ 6 വ്യാപാര സ്ഥാപനങ്ങളിലും 3 വീടുകളിലും കവർച്ച നടന്നു. 15 പവൻ സ്വർണവും 30,000 രൂപയോളവുമാണ് നഷ്ടപ്പെട്ടത്. എത്രയും വേഗം മോഷ്ടാക്കളെ പിടികൂടാൻ പെട്രോളിംഗ് ശക്തമാക്കുമെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത്. മോഷണങ്ങൾ തടയാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്ന് റൂറൽ എസ്.പിയും വിശദീകരിക്കുന്നു. എങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കേസിൽ ഒരു പ്രതിയെപ്പോലും പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ മനഃപൂർവ്വമായ വീഴ്ചയെന്നാണ് ഉയരുന്ന ആക്ഷേപം. മനീഷ് മഹിവാൽ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.